നമ്മൾ എല്ലാവരും ഖബറിലെ ഷഹബാസിൻ്റെ കത്ത് എന്ന് വായിച്ചിട്ടുണ്ടാവില്ലേ? ഞാനും ഇന്നലെ കത്ത് വായിക്കാനിടയായി. കണ്ണീരോടെ അല്ലാതെ എനിക്കത് വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻക്ക് പറയാനുള്ള അവൻ്റെ വാക്കുകൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കത്തായിരുന്നു അത്. എൻ്റെ പൊന്നുമോൻ ഷഹബാസിന് വേണ്ടി ഞാൻ ആ കത്ത് വായിച്ചപ്പോൾ വളരെ തേങ്ങിപ്പോയി. എൻ്റെ പൊന്നുമോൻ നാളെ ഖബറിടത്തിൽ സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുവാൻ നീ ഇന്നേവരെ കാണാതെ നിൻ്റെ ഇത്താത്ത എപ്പോഴും ദുആ ചെയ്യും. നിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പടച്ചോൻ ക്ഷമ കൊടുക്കട്ടെ. എനിക്ക് താങ്ങാനാവാത്ത ഈ സങ്കടം നിൻ്റെ ഉപ്പയും ഉമ്മയും എങ്ങനെ സഹിക്കുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടമാണ് മോനെ. നമ്മുടെ ലോകത്തിൽ ഇന്ന് ആർക്കും ആരോടും സ്നേഹമോ ബഹുമാനമോ ഇഷ്ടമോ ആദരവോ ഒന്നുമില്ല. അതുകൊണ്ടാണ് പിഞ്ചു മക്കൾ പോലും ഇന്ന് ക്രൂരതയുടെ മനസ്സുകൾ കൊണ്ട് കൊല്ലാൻ പോലും കൈവിറക്കാതെ ഈ മക്കളുടെ ധൈര്യം സമ്മതിക്കണം. അതിനേക്കാൾ സമ്മതിക്കണം ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അതിന് കൂട്ടുനിൽക്കുന്ന നമ്മുടെ ഭരണപീഠത്തെ. നമുക്ക് ആ ഖബറിലുള്ള ഷഹബാസിൻ്റെ കത്ത് എന്ന ആ വരികളൊന്ന് കേട്ടു നോക്കാം. ഹലോ ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുമായിരിക്കുമല്ലേ? എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ് കെ. താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം. എംജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എനിക്ക് 15 വയസ്സായിരുന്നു. വീട്ടിൽ ഉപ്പയും ഉമ്മയും ചെറിയ 3 അനിയന്മാരുമാണ് എനിക്കുള്ളത്. എൻ്റെ ഉപ്പ പ്രവാസിയായിരുന്നു. എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എൻ്റെ ഉപ്പയും ഉമ്മയും ഒരു ചെറിയ വീടിൻ്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ട് വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണി ആയപ്പോഴാണ് കൊറോണ വന്നത്. പാവൻ്റെ ഉപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത്. പിന്നെ പറയണ്ടല്ലോ, ആകെ സാമ്പത്തിക പ്രതിസന്ധി. വീടാണെങ്കിൽ ജപ്തിക്കും. അങ്ങനെ എൻ്റെ ഉപ്പയുടെ ചങ്ങായിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ലോൺ അടിച്ചു. ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങളൊരു വാടക വീട്ടിലാണ് കഴിയുന്നത്. വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നും പോയിരുന്നെങ്കിലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും. മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു. അവർക്ക് എന്നെയും എനിക്ക് ഓരെയും വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവും എൻ്റെ ഉപ്പയും ഉമ്മയും വരുത്തിയിട്ടില്ല. എൻ്റെ മാമന്മാരെ വിളിച്ച് എനിക്ക് പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണമെന്നുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവർ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. സത്യം പറയാലോ, എൻ്റെ പാവ ഉപ്പാടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മാനെ ഉപ്പാനെ അനിയന്മാരെയുമാണ്. ഓരാണ് എൻ്റെ എല്ലാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പിന്മാറി. പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, ഉപ്പാക്കും ഉമ്മാക്കും അനിയന്മാർക്കും താങ്ങും തണലുമാവണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു, നല്ലോണം പരിശ്രമിച്ചു. അറിയാത്ത കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കി. പ്രീ മോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എൻ്റെ SSLC പരീക്ഷ എഴുതാൻ തയ്യാറാക്കിയിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്നോട് ഓനെ ചങ്ങായിമാർ തല്ലി എന്ന് പറഞ്ഞത്. നമ്മുടെ ഉറ്റ സുഹൃത്തിന് ആരെങ്കിലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കും. അതേ ഫീലിംഗാണ് എനിക്കും ഉണ്ടായത്. ഞാൻ അവൻ്റെ കൂടെ ചോദിക്കാൻ പോയി. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അവരെന്നെ സംഘം ചേർന്ന് കൊല്ലാനിരിക്കുകയാണെന്ന്. ഒരു പക്ഷേ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. അവരെന്നെ കൊന്നാൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ആരാ ഉള്ളത്? ഞാൻ ചെന്നപ്പോൾ അവരെന്നെ തല്ലി. എന്തുകൊണ്ടാണ് തച്ചതെന്ന് അറിയാമോ? നമ്മുടെ കരാട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ല, അതുകൊണ്ട്. സിനിമയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. കരുതുന്ന പോലെയൊന്നുമല്ല കേട്ടോ, നല്ല വേദനയാണ് അതിന്. അതും അവരെൻ്റെ തലയ്ക്കാണ് തല്ലിയത്. എൻ്റെ ജീവൻ അങ്ങ് ശിരസിൽ കയറി. എല്ലാവരും പറയാറില്ല കണ്ണീന്ന് പൊന്നിച്ച് പറയുന്നൊക്കെ, അത് ഞാൻ ശരിക്കും അന്ന് അനുഭവിച്ചു. ഞാൻ വേദനയോടെ പൊളിയുന്നത് കണ്ട് ഓരോ ആനന്ദത്തോടെ നോക്കി നിന്ന്. ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് മട്ടായിരുന്നു ഓർക്ക്. സഹതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി. ആരുടെയും കണ്ണിൽ ദയയുടെ ഒരംശം പോലും ഇല്ലായിരുന്നു. അവർക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ല അല്ലേ? ഞാൻ മാറിപ്പോയാനെ. ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചക്കും ഇരുമ്പ് കട്ടയും കത്തിയും ഒക്കെ ഉണ്ടാകുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഓരും എൻ്റെ സഹപാഠികളല്ല. ഓൾക്കൊക്കെ ജീവിക്കാൻ പൂതിയുള്ളതുപോലെ എനിക്കുമുണ്ടെന്ന് അവർക്കറിയില്ല. എൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഞാനാണെന്നും ഓൾക്കറിയാം. എന്നിട്ടും ഓൾ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തു. സഹിക്കുന്നില്ല കേട്ടാ. അടിയൊക്കെ കഴിഞ്ഞുള്ള ബോധത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തി. പാവം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമാണ് ഓൾക്ക് എന്നെ. എനിക്കപ്പയും അറിയില്ലായിരുന്നു ദുനിയാവിലെ അവസാന നിമിഷങ്ങളാണ് അതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പായുടെയും ഉമ്മാൻ്റെയും
അനിയന്മാരുടെയും കെട്ടിപ്പിടിച്ച് അവർക്ക് ഓരോരോ മുത്തം കൊടുത്തേനെ. എൻ്റെ തലയൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു. തല വലുതാവുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പാവം എൻ്റെ ഉമ്മ കുറേ കരയുന്നുണ്ട്. എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുതേ എന്ന് നെഞ്ചത്തടിച്ച് പഠിച്ചവനോട് കേണപേക്ഷിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടാകും അല്ലേ. എൻ്റെ ഉമ്മയുടെ സമനില തെറ്റിയുള്ള ആ പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പഠിച്ചവനും പൂതി ഉണ്ടായിട്ടുണ്ടാകും അവർക്ക് എന്നെ തിരിച്ചു കൊടുക്കാം. പക്ഷേ എൻ്റെ ചങ്ങായിമാർ എൻ്റെ തലയല്ലേ തല്ലിക്കണത്. തലയോട്ടിലൊക്കെ പൊട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? ജീവിതത്തിൽ തിരികെ വന്നാൽ തന്നെ എൻ്റെ ഉപ്പാക്ക് എന്നെ ചികിത്സിക്കാൻ എവിടുന്ന പണം? പാവം എൻ്റെ ഉപ്പ അതും എവിടുന്നെങ്കിലൊക്കെ ഉണ്ടാക്കും. എൻ്റെ ഉപ്പാനെ ഉമ്മയുടെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പഠിച്ചവൻ എൻ്റെ ഉപ്പായുടെയും ഉമ്മയുടെയും ദുആക്ക് മുന്നിൽ കണ്ണടച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉപ്പയും ഉമ്മയും അനിയന്മാരും കുടുംബങ്ങളും അയൽവാസികളും എൻ്റെ ചങ്ങായിമാരും ഒക്കെ എൻ്റെ ചുറ്റിയിരുന്ന് കരയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞൊരുങ്ങി കിടക്കുകയാണ്. എൻ്റെ ഉമ്മാടും ഉപ്പാടും കരയണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഓരെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റണില്ല. എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നെ ഇത്ര അധികം സ്നേഹിച്ചിരുന്നല്ലേ. നോക്കി ഓലൊക്കെ എന്തൊരു കരച്ചിലാണ്. ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് എത്ര അധികം ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ. ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് അങ്ങനെ ഞാൻ കിടക്കുകയാണ്. റിപ്പോർട്ടർമാർ എൻ്റെ ചങ്ങായിമാരോടും ഉപ്പാനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് അവരൊക്കെ എങ്ങനെ മോശം പറയാനാണല്ലേ. കാരണം ഞാൻ അത്രയ്ക്കും നല്ല കുട്ടിയായിട്ടല്ലേ വളർന്നത്. എൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അല്ലേ പഠിപ്പിച്ചത്. ചെറുപ്പം മുതലേ ഞാൻ അതല്ലേ പഠിച്ച് ശീലിച്ചത്. ഞാൻ ആരെയും ഇന്നേ വരെ ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പാവം പിടിച്ച് എൻ്റെ ഉപ്പ ഓരോട് എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ഉപ്പയുടെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നേ. എന്തപ്പോൾ എൻ്റെ ചങ്ങായിമാർ പറയണത്, എവിടെ പോകുമ്പോൾ മോനെ എന്നെ വിളിക്കുന്നത്, അന്ന് മാത്രം വിളിച്ചില്ല എന്ന്. മോനെ വിളിച്ചിട്ടെന്താ ഇപ്പം അല്ലേ? ഒരു പ്ലാനിട്ടത് എന്നെ കൊല്ലാനല്ലേ. നിങ്ങളും കേട്ടില്ല എൻ്റെ വോയിസ്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുന്നെന്ന്. ആണുങ്ങളുണ്ടെങ്കിൽ കൂടെ വരാൻ പറയണേ. ഓനൊറ്റ മൈൻഡാണ്. ഇപ്പോൾ കണ്ടില്ല, ഓന് പറഞ്ഞ പോലെ ചെയ്ത് എന്നെ തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ തല്ലുകാരുടെ മെസ്സേജ്. മാപ്പാക്കണം, അറിയാതെ ചെയ്തതാണ്, ഇങ്ങനെ ആവും കരുതിയില്ല എന്നൊക്കെ. ഓനക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടല്ല. പക്ഷേ എനിക്കിപ്പോൾ വേദന ഉണ്ടായത് അതല്ല കേട്ടോ. എന്നെ തല്ലുന്നതിന് മുമ്പ് ഓരോ പ്ലാനിട്ടിരുന്ന അത്ര. ആ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജ് കേട്ടപ്പോഴാണ് ശരിക്കും എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞ്. ഓര് പറഞ്ഞതൊക്കെ ശരിയാ. കൂട്ടത്തല്ലിനൊന്നും കേസ് അധിക കാലം നീണ്ടു നിൽക്കില്ല എന്ന്. എത്ര ആൾക്കാരെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എനിക്ക് വേണ്ടി കരയാൻ, എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടി കരയുന്നു. എന്നെ അറിയാത്തവർ എന്നെ കൊന്നവരെ ശപിക്കുന്നു. എത്ര ഉപ്പമാരും ഉമ്മമാരും ഇത്താത്തമാരും ഇക്കാക്കമാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത്. മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു. എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു. എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസിന് വേണ്ടിയുള്ള പോരാട്ടവും. എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആരും ബുദ്ധിമുട്ടണ്ട. ഇത് കേരളമാണ്. ഇവിടെ നിയമത്തിന് വിലയില്ലാത്തതാ. പേടിക്കുന്ന നിയമം ഇല്ലാത്തതാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി. എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ. കൂട്ടക്കൊലപാതകവും ഒക്കെ അങ്ങനെ നീണ്ടു പോകും. എൻ്റെ ഉപ്പാക്ക് സ്വാധീനമൊന്നുമില്ലേ? കേസ് നടത്താനുള്ള പണവും ഇല്ല. SSLC പരീക്ഷ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഇംഗ്ലീഷും കണക്കുമാണ് എൻ്റെ ഇഷ്ട വിഷയം. ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും. കഴിഞ്ഞ പരീക്ഷകളിൽ ഒക്കെ 80% മാർക്ക് വാങ്ങി. ഇത്തവണ ഫുൾ A+ കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ. നന്നായി പഠിച്ചു, നന്നായി പരിശ്രമിച്ചു. ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചു. പക്ഷേ പരീക്ഷ എഴുതാനുള്ള അവസരം ഇല്ലാതാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ DB ബാർ ചെയ്യും എന്ന് എനിക്കറിയാമായിരുന്നു. പരീക്ഷയ്ക്ക് നേരം വൈകിയെത്താൽ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നും എനിക്കറിയാം. സമ്പൂർണ്ണമായ യൂണിഫോമും ID കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ എന്നും എനിക്കറിയാമായിരുന്നു. പക്ഷേ സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ മൃഗീയമായി തലക്കടിച്ച് കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റും എന്ന് എനിക്കറിയില്ലായിരുന്നു. അതും ഒരു സമൂഹമൊട്ടാകെ വിലക്കിയിട്ടു. നിങ്ങൾ വെറുതെ കിടന്ന് തൊണ്ട പൊട്ടിക്കണ്ട ഉപ്പ.
ഓരൊക്കെ നല്ല പണവും സ്വാധീനവും ഉള്ളവരാണ്. ഓരുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ ഉമ്മാനെയും കുട്ടികളെ നന്നായി നോക്കണം. അവർക്ക് ഒരു കുറവും വരുത്തരുത്. കേസും കൂട്ടമായി നടക്കാനും അവരുടെ പോലെ പിടിപാടും പണവും ഒന്നും നമുക്കില്ലല്ലോ ഉപ്പ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ മറക്കും, എഴുതിത്തള്ളും. കേരളത്തിൽ അങ്ങനെയല്ലേ? എൻ്റെ ഈ അവസ്ഥ ഇനി ഒരാൾക്ക് വരാതെ ഇരിക്കാൻ നിങ്ങൾ പഠിച്ചവനോട് പറയണം. നിങ്ങളെ സമാധാനിപ്പിക്കാൻ ഉപ്പ. പഠിച്ചവനുണ്ടല്ലോ നമ്മുടെ കൂടെ. ഇതുവരേക്കും ഒരു കുറവും വരുത്താതെ നോക്കിയ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും 1000 നന്ദി. പഠിച്ചവനെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കണേ. ഇനി നിങ്ങളോടാണ് എനിക്ക് സുഹൃത്തുക്കളെ പറയാനുള്ളത്. അനുഭവം കൊണ്ട് പറയാണ്. ചതിയന്മാരുടെ ലോകമാണ്. സ്നേഹത്തിനും മനുഷ്യത്വത്തിനും മനുഷ്യൻ്റെ ജീവന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. യാതൊരുവിധ കാരണവശാലും ആരുമായി മടിയുണ്ടാക്കാനും വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകണ്ട. നമ്മൾ കരുതുന്നത് പോലെയല്ല ആരും. ലഹരിയുടെയും കള്ളിൻ്റെയും ബോധമില്ലായ്മയിൽ പലതും ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ സഹപാഠികൾ എന്നെ അടിച്ചു കൊന്നത് നല്ല സ്വബോധത്തിൽ തന്നെയാണ്. പിന്നെ രുചിച്ചു നോക്കാനും കുടിച്ചു നോക്കാനും പല സാധനങ്ങളുമായി പലരും വരും. രക്തത്തിളപ്പിൻ്റെ ചൂടിൽ നമുക്ക് എല്ലാത്തിനും അപ്പോൾ ഒരു ഹരമാണ്. തല്ലാനും കൊല്ലാനും വഴക്കുണ്ടാക്കാനും കള്ള് കുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായി സമാധാനമായി ഒന്ന് ജീവിക്കാനാണ് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്. എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാനും നല്ലതും ചീത്തയും മനസ്സിലാക്കി ജീവിക്കാനും സാധിക്കണം. ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, അവനവനു വേണ്ടി തന്നെ. നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി. ഉപദേശങ്ങളെ തന്തവൈബിലേക്കും തള്ളവൈബിലേക്കും പക്ഷം ചേർക്കാതെ കുറച്ചെങ്കിലും അവരുടെ വാക്കുകളും ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. നമ്മളെക്കാൾ ജീവിതം പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് അവർ. പക്വത നിറഞ്ഞ ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമാണ്. ആരുടെയെങ്കിലും കത്തിക്ക് ഇരയായവനോ സ്വബോധം നശിക്കുന്ന തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. 50-ൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കും എന്ന് ഞാൻ കരുതിയില്ല. വല്ലാതെ വിഷമമായിപ്പോയി. മരിച്ചത് നന്നായി എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചുപോയി. എൻ്റെ എത്ര വലിയ സ്വപ്നമാണ് ഇല്ലാതെ ആയതെന്ന് അറിയാമോ? എൻ്റെ ഉമ്മ അലമാരയിൽ എൻ്റെ ഹോൾ ടിക്കറ്റും യൂണിഫോമും ബുക്കും ബാഗും എല്ലാം കാണുമ്പോൾ നെഞ്ച് പൊട്ടി നിലവിളിക്കുന്നുണ്ടാകില്ലേ? 3/3/2025 തിങ്കൾ 6283 എന്ന രജിസ്റ്റർ നമ്പറിൽ അറബിക് പരീക്ഷ എഴുതാൻ ഷഹബാസ് എന്ന ഞാൻ മാത്രമില്ല. എൻ്റെ വിയോഗം എൻ്റെ കൂട്ടുകാരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. ഓരോരുക്കാർക്കും ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. പരീക്ഷ ഹാളിനും ജുവനൈൽ ഹോമിനും പുറത്തും ഒരു പറ്റം ആളുകൾ എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്, എൻ്റെ കൊലയാളികളെ പരീക്ഷ എഴുതിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടി. പക്ഷേ അവരെല്ലാം യാതൊരു ദയയുമില്ലാതെ പോലീസ് വലിച്ചു കൊണ്ടുപോവുകയാണ്. എൻ്റെ ഉമ്മാടെയും ഉപ്പാടെയും അടുത്തുനിന്ന് ഹോൾ ടിക്കറ്റ് വാങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങി അനിയന്മാർക്ക് മുത്തം കൊടുത്ത് സലാം പറഞ്ഞ് പരീക്ഷയ്ക്ക് ഇറങ്ങാൻ ഞാൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കൈയും കാലും എൻ്റെ മനസ്സിനൊപ്പം നിൽക്കുന്നില്ല. എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ഒരു നിമിഷത്തേക്ക് അതിയായ പരീക്ഷ എഴുതാനുള്ള മോഹം കൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ഇല്ല എന്ന കാര്യം ഞാൻ തന്നെ മറന്നുപോയി. എങ്ങനെ പരീക്ഷയ്ക്ക് പോകാനാണല്ലേ? ഞാൻ ഈ 6 അടി മണ്ണിൻ്റെ അടിയിലല്ലേ? എല്ലാവരും കൂടെ എന്നെ ഒറ്റക്കാക്കി. അവരെല്ലാവരും കൂടെ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ? വല്ലാതെ വിഷമമാവുന്നുണ്ട് എനിക്ക്. ഇനിയുള്ള പരീക്ഷയ്ക്കും നോമ്പിനും പെരുന്നാളിനും ഫുട്ബോളിനും ഒന്നും ഞാനില്ലട്ടോ. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും മറ്റുള്ള മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കാണുമ്പോൾ എന്തൊരു ഇടങ്ങാറാണ് നോക്ക്. ഓർക്കത് താങ്ങാനാവുന്നില്ല. എൻ്റെ ഉമ്മയുടെ കോലം ഒന്ന് നോക്ക്. എൻ്റെ കുട്ടികളെപ്പോലും എൻ്റെ ഉമ്മ നോക്കണില്ല. ഉമ്മ ആരോടും മിണ്ടണില്ല. ഒരു വക കഴിക്കുകയും കുടിക്കുകയും ചെയ്യണില്ല. എൻ്റെ കുട്ടീന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുക. പാവം സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇടയ്ക്ക് മയങ്ങി വീഴുകയാണ്. പാവം പിടിച്ച എൻ്റെ ഉപ്പയോ ആളുകളെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കുറേ വാദിക്കുന്നൊക്കെ ഉണ്ട്. എന്തിനാ ഉപ്പ വെറുതെ ഇങ്ങനെ ഓരോ പറയണേ? എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നത്? എന്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും 2 തവണ ചിന്തിക്കുക. അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമാണ്. എൻ്റെ അവസ്ഥയും എൻ്റെ ഉമ്മയുടെയും ഉപ്പായുടെയും ഗതി ഈ ലോകത്ത് ഇനി ആർക്കും വരാതിരിക്കട്ടെ. എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പോരാടുന്നത് കാണുമ്പോൾ, ശബ്ദിക്കുന്നത് കാണുമ്പോൾ, സമരം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും പഠിച്ചോ എനിക്ക് ജീവൻ തിരിച്ചു തന്നെങ്കിൽ എന്ന് എനിക്ക് വല്ലാത്ത പൂതി
തോന്നുക. എൻ്റെ ഉപ്പാടെയും ഉമ്മാടെയും കൂടെ നിൽക്കണം. അവർക്ക് ഇനി താങ്ങായും തണലായും നിങ്ങളൊക്കെ ഉള്ളൂ. സ്നേഹപൂർവ്വം ദ്രോഹിച്ചവർക്കും ശപിച്ചവർക്കും കൊന്നവർക്കും കൊല്ലിച്ചവർക്കും കൂടെ നിന്നവർക്കും എനിക്ക് വേണ്ടി വാദിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി എന്ന് ഒത്തിരി സ്നേഹത്തോടെ മുഹമ്മദ് ഷഹബാസ്.